എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇൻകോഗ്നിറ്റോ മോഡിനെ കുറിച്ചാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ പലവരും ആദ്യമായിട്ടേ കാണും ഈ വാക്ക് കേൾക്കുന്നത്. ചിലപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും ഇൻകോഗ്നിറ്റോ എന്നുള്ളൊരു ഓപ്ഷൻ. നിങ്ങൾ യൂട്യൂബ് സെർച്ച് ചെയ്യുന്നവരും അല്ല ക്രോം ബ്രൗസർ സെർച്ച് ചെയ്യുന്നവരും പല ബ്രൗസർ നമ്മൾ യൂസി ബ്രൗസർ അത് തന്നെ പല ബ്രൗസർ നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴും ഇങ്ങനെ ഓപ്ഷൻ കണ്ടിരിക്കും. എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്ന് നിങ്ങൾക്ക് ചിലവർക്കെങ്കിലും അറിയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോഴത്തെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളും കണ്ടതിന് ശേഷം മാത്രം മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എന്താണ് ഇൻകോഗ്നിറ്റോ മോഡ് കൊണ്ടുള്ള നമുക്കുള്ള പ്രയോജനം, എന്താണ് അതിൻ്റെ ഉപകാരം എന്നാണ് ഇന്നത്തെ വീഡിയോയുടെ പറയാൻ പോകുന്നത്. ആദ്യം ഇൻകോഗ്നിറ്റോ മോഡ് എന്താണ് എന്ന് പരിചയപ്പെടാം. ഇൻകോഗ്നിറ്റോ മോഡ് എന്നുള്ളത് ഒരു പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾ യൂട്യൂബിൽ നിന്നായാലും ക്രോം ബ്രൗസറിൽ നിന്നായാലും പ്രൈവറ്റ് ആയിട്ട് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇൻകോഗ്നിറ്റോ മോഡ് എന്നുള്ളത്. എന്തിനാണ് ഇൻകോഗ്നിറ്റോ മോഡ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളൊരു മെയിൽ ഐ ഡി നേരിക്കാൻ നിങ്ങൾ ലോഗിൻ ചെയ്യുന്നത്, നിങ്ങൾ ക്രോം ബ്രൗസർ ആയാലും നിങ്ങൾ യൂട്യൂബ് ആയാലും എന്ത് ഗൂഗിളിന് പരമായിട്ട് എന്ത് കാര്യം സെർച്ച് ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് നിങ്ങൾ മെയിൽ ഐ ഡി നേരിക്കും. ഇൻകോഗ്നിറ്റോ മോഡ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ നിങ്ങൾ ആക്ടിവിറ്റികളൊന്നും ഒരിക്കലും ഗൂഗിളോ ഏത് സെർച്ച് ഓപ്ഷനോ സേവ് ചെയ്യില്ല. നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് എന്ത് കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. എന്താണ് ഇതിൻ്റെ ഫ്യൂച്ചേഴ്സ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും സംശയമായിരിക്കാം. നിങ്ങൾക്ക് ഹിസ്റ്ററി ഇതൊക്കെ വാച്ച് ഹിസ്റ്ററിയൊക്കെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ മൊബൈൽ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിൻ്റെ മൊബൈലിൽ നിങ്ങൾക്ക് അർജൻറ്റായ കാര്യം നിങ്ങളുടെ മൊബൈലിന് ഡാറ്റകളൊന്നും ഇല്ല, അതായത് ഇൻ്റർനെറ്റ് ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം സെർച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ചുരുക്കം പറഞ്ഞാൽ പ്രൈവസിക്കായിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്ത് കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും പലപ്പോഴും പല ആൾക്കാരും അറിയണം എന്നില്ല. നമുക്ക് കാര്യങ്ങൾ എന്താണ് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഓൺ ആക്കിയാൽ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ സെർച്ച് ചെയ്താൽ ആ ഓപ്ഷൻ നിങ്ങൾക്ക് ഓഫ് ആക്കുന്നത് കൂടി നിങ്ങൾക്ക് വീണ്ടും അതുപോലെ ആവും. ഈ ഡാറ്റകളോ കാര്യങ്ങളോ ഈ മൊബൈലിൽ യാതൊരു വിധത്തിലും സേവ് ചെയ്യില്ല. അതാണ് ഇൻകോഗ്നിറ്റോ മോഡ് കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം. നിങ്ങൾക്ക് ഏത് കാര്യം പ്രൈവസി ആയിട്ട് നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, വാച്ച് ചെയ്യാം. ഗൂഗിൾ ചെയ്യുന്ന അതേ കാര്യങ്ങൾ ഇതിലൂടെയും ഉപയോഗിക്കാം. അതാണ് ഇൻകോഗ്നിറ്റോ മോഡ് കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം. ഈ മോഡ് നിങ്ങൾ യൂട്യൂബിലാണെങ്കിൽ എങ്ങനെ ഞങ്ങൾക്ക് ഓപ്പൺ ആക്കാൻ നോക്കാം. നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ ഹോം പേജിൽ നിങ്ങൾ മെയിൽ ഐ ഡി ഒന്ന് ക്ലിക്ക് ചെയ്യുക. മെയിൽ ഐ ഡി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ടൂൺ ഓൺ ഇൻകോഗ്നിറ്റോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചാൽ അവിടെ നിങ്ങൾക്ക് ഓണാക്കിയാൽ ഇവിടെ കൊടുക്കുക, ഓണാക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഓപ്ഷനായിരിക്കും വരും. ഒരു തൊപ്പിക്കാരൻ്റെ രണ്ട് കണ്ണാണ് ഒരു ഫ്രീക്കൻ്റെ ഫോട്ടോ വരും. അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് കാര്യം ഇവിടെ സെർച്ച് ചെയ്താലും നമുക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ഒന്നും വരില്ല. നമുക്ക് ഇവിടെ എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് യൂട്യൂബിൽ കാര്യങ്ങൾ സെർച്ച് ചെയ്യാം. അതുപോലെ ക്രോം ബ്രൗസറിൽ നിങ്ങൾ ഓപ്പൺ ആക്കിയാൽ നിങ്ങളുടെ ക്രോം ബ്രൗസറിലും ഇതുപോലെ നിങ്ങൾക്ക് 3 ഡോട്ട് ഉണ്ടാവും മുകളിൽ. ആ 3 ഡോട്ടിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് ഇൻകോഗ്നിറ്റോ മോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും ഇതുപോലെ സെർച്ച് ചെയ്യാം. നിങ്ങൾ ഹിസ്റ്ററിയും കാര്യങ്ങളും വാച്ച് ഹിസ്റ്ററിയോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളും യാതൊരു വിധത്തിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്യില്ല. അതാണ് ഇതുകൊണ്ടുള്ള പ്രയോജനം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് അസീസ്വലിയോറ എന്നെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ കാണും വരെ ഗുഡ് ബൈ.